ഉമ്മ. അത് വെറുമൊരു രണ്ടക്ഷരമല്ല, ഒരു വാക്ക് എന്നതിലുപരി അത് സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ജീവിതത്തിൻ്റെ തന്നെ പര്യായമാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ ആദ്യം പറയുന്നതും അവസാനമായി നെഞ്ചുരുക്കി വിളിക്കാൻ കൊതിക്കുന്നതും ഈ ഒരൊറ്റ വാക്ക് തന്നെയായിരിക്കും, ഈ ഒരു വികാരം തന്നെയായിരിക്കും. ഓരോ മനുഷ്യൻ്റെ നാവിലും മനസ്സിലും ആഴത്തിൽ പതിഞ്ഞ ഒരനുഭൂതിയാണ് ഉമ്മ എന്ന ഒരു വാക്ക്. എപ്പോഴും എവിടെ വെച്ചും ഏതവസ്ഥയിലും നമ്മുടെ ചുണ്ടിൽ നിന്ന് അറിയാതെ വരുന്ന ശബ്ദമാണത്. സന്തോഷത്തിൻ്റെ കൊടുമുടിയായാലും സങ്കടത്തിൻ്റെ ആഴങ്ങളിലായാലും നാം ആദ്യം ആശ്രയിക്കുന്നതും ആരെയും ആശ്രയിക്കാതെ വിളിക്കുന്നതും ഉമ്മ എന്ന് തന്നെയാണ്. ഒന്ന് കാലുതെറ്റി വീഴാൻ പോകുമ്പോൾ, ഭയം കൊണ്ട് ഉള്ളു പിടയുമ്പോൾ, പേടിയോടെ നമ്മൾ വിളിക്കുന്നത് ദൈവത്തെ പോലുമല്ല, അത് ഒരു രക്ഷാകവചം പോലെ നമ്മെ പൊതിഞ്ഞിരിക്കുന്ന ലോകത്തിലെ സകല അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്ന ഉമ്മ എന്ന രണ്ടക്ഷരമാണ്. രാവിലെ ഉറക്കമുണരുമ്പോൾ, ഒരു പുതിയ ദിവസത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നതും ഈ വാക്ക് തന്നെ. അപ്പോഴാണ് നമ്മൾ ഉമ്മയുടെ സുരക്ഷിതമായ ലോകത്താണെന്ന് ഓർക്കുന്നത്. അതിനുശേഷമാണ് ചിലപ്പോൾ നമ്മൾ പടച്ചവനെ പോലും ഓർക്കുക. കാരണം നമ്മുടെ മുമ്പിലെ ദൈവം സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായി, തണലായി ഉമ്മയായിരുന്നു. നാം അപ്പം ചിന്തിക്കുന്നില്ല ആ വിളികൾ കേൾക്കാൻ ഒരു കാലത്ത് ആ സാമീപ്യം ഉണ്ടാകില്ലെന്ന്. ഏറ്റവും നിർഭാഗ്യകരവും അതുതന്നെയാണ്. നമ്മുടെ സകല ലോകവും സകല ആശ്വാസവുമായിരുന്ന ആ ഉമ്മ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്താണ്. ഉമ്മയുടെ അഭാവം ജീവിതത്തിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ്. എത്രയൊക്കെ തിരക്കുകൾക്കിടയിലും എത്രയൊക്കെ വിജയങ്ങൾക്കിടയിലും ആ ഒരു ഒഴിഞ്ഞ കസേര, ആ ഒഴിഞ്ഞ ശൂന്യത നമ്മളെ വല്ലാതെ അലട്ടും. ആ നെഞ്ചിലെ ചൂടില്ല, ആ തലോടലുകളില്ല, ആ ശാസനകളില്ല. എങ്കിലും ഒരു സത്യം മാത്രം എന്നും മായാതെ നിലനിൽക്കുന്നുണ്ട്. ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും നമ്മൾ വിളിച്ചതും വിളിക്കുന്നതും വിളിക്കാൻ കൊതിക്കുന്നതും ആ രണ്ടക്ഷരമാണ്, ഉമ്മ എന്ന രണ്ടക്ഷരം. മാഞ്ഞുപോയെങ്കിലും മായാതെ മനസ്സിലെന്നും പച്ചയായി നിലനിൽക്കുന്ന ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് മൗനമായി തലകുനിക്കാം. ഉമ്മമാർക്ക് വേണ്ടി അവർ നൽകിയ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞ